So hello friends, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒപ്പോ റിലീസ് ചെയ്ത OPPO K1 എന്ന് പറയുന്ന മോഡലിലെ വിശേഷങ്ങളുമായിട്ടാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മിഡ് റേഞ്ച് ബജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് OPPO K1 എന്ന് പറയുന്ന മോഡൽ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. അതായത് ഈ ഒരു ബജറ്റ് സെഗ്മെന്റിൽ ഈ ഒരു ടെക്നോളജി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്ന ടെക്നോളജി ഒരു ബജറ്റ് സ്മാർട്ട് ഫോണിൽ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ സെൽഫി ക്യാമും ഇതിന്റെ ഒരു പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനെ ഈ ഒരു ബജറ്റ് സെഗ്മെന്റിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ OPPO K1ന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ടെക്നോളജി കണ്ടന്റുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഒരു മിഡ് റേഞ്ച് ബജറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ടെക്നോളജി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് OPPO K1 പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാം സെൽഫി ക്യാം വരുന്നത് 25 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോൺ കൊടുത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു OPPO K1ന്റെ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ്, ഹൈലൈറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്തായാലും നമുക്ക് OPPO K1നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്നോ അല്ലെങ്കിൽ എന്താ ടിയർ ഡ്രോപ്പ് നോച്ചോ ഡ്യൂ ഡ്രോപ്പ് നോച്ച് എന്നൊക്കെ പറയാം. ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 19:9 ആസ്പെക്ട് റേഷ്യോയില് തിന്നായിട്ടുള്ള സൈഡ് ബസറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ കൂടിയാണ്. മറ്റുള്ള ഫോൺസിലുണ്ട്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഫീച്ചർ കൂടിയാണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ. ഇതിന്റെ പ്രോസസർ വരുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 660 ആണ്. 4GB 64GB വേരിയന്റിലാണ് നമുക്ക് ഈ ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെമ്മറി കാർഡ് വരുന്നത് മെമ്മറി കാർഡ് സ്ലോട്ട് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ആണ്. 256GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ആണ് ഈ ഫോണിൽ വരുന്നത്. അതുപോലെ ഇതിന്റെ റണ്ണിംഗ് OS എന്ന് പറയുന്നത് Android 8.1 Oreo ആണ് ഇതിന്റെ റണ്ണിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഈ ഒരു ബജറ്റിൽ ഈ ഒരു മിഡ് റേഞ്ച് ബജറ്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ടെക്നോളജി കൊണ്ടുവരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൂടാതെ ഫേഷ്യൽ റെക്കഗ്നൈസേഷനും ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിയർ ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറയാണ്. 16 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിന്റെ ഡ്യുവൽ റിയർ ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാം ഇതിന്റെ സെൽഫി ക്യാം വരുന്നത് 25 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമാണ് ഈ ഫോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറ സൈഡ് നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യാമറയാണ്, ഒരു ക്യാമറ സ്പെക് ആണ് ഈ ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാറ്ററി വരുന്നത് 3600 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ആവുന്ന 3600 mAh ബാറ്ററിയാണ് ഈ ഫോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സെഗ്മെന്റിൽ 3600 mAh ബാറ്ററി ഒരു വലിയ കാര്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൽ കൂടുതൽ ബാറ്ററി ബാറ്ററിയുള്ള ഫോൺസ് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എങ്കിലും മോശമൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ യൂസ് നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് 3600 mAh ബാറ്ററി. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈഡിനെ പറ്റി നോക്കിയാൽ ഒരു പ്രീമിയം ഡിസൈൻ തന്നെയാണ് ഫോൺ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ഗ്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്ലാസ് പ്ലസ് പ്ലാസ്റ്റിക് ഒരു സാൻഡ്വിച്ച് ബോഡി എന്ന് പറയാം. ഒരു ഗ്ലാസ് പ്ലസ് പ്ലാസ്റ്റിക് ഒരു ഗ്ലോസി ഫിനിഷ് ആണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രേഡിയൻ കളർ ഡിസൈനോട് കൂടിയാണ് ഫോൺ വരുന്നത്. മെയിൻലി 2 കളർ ഡിസൈനിലാണ് വരുന്നത്. ഒന്ന് ബ്ലാക്ക്, ബ്ലൂ, ഇങ്ങനെ 2 കളർ ഡിസൈനിൽ ഒരു ഗ്രേഡിയൻ ഫോർമാറ്റിലാണ് ഫോൺ വരുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് എന്താ നോക്കിയുടെ 6.1 പ്ലസ് ആ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയ 6.1 പ്ലസ് അത് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ ഫ്രെയിം പ്ലസ് ഗ്ലാസ് ആണ് അതിന്റെ ബോഡി വരുന്നത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇവിടെ വരുമ്പോൾ എന്താ പറയുന്നത് ഗ്ലാസ് പ്ലസ് പ്ലാസ്റ്റിക് ഒരു ഗ്ലോസി ഫിനിഷോട് കൂടി ഒരു ഗ്രേഡിയൻ ഫിനിഷോട് കൂടിയ ഒരു ബാക്ക് ബോഡിയാണ് ഈ ഫോണുള്ളത്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് ഈ ഒരു ഫോൺ OPPO K1 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഡിസൈൻ തന്നെയാണ് ഈ ഫോണുള്ളത്. ഇനി ഈ ഫോണിന്റെ ഇന്ത്യൻ പ്രൈസ് റേഞ്ച് വരുന്നത് 16,990 രൂപ, ഓൾമോസ്റ്റ് 17,000 രൂപയാണ് ഈ ഫോണിന്റെ ഇന്ത്യൻ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അതും ഫ്ലിപ്കാർട്ടിലാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഈ ഫോണിന്റെ പോസിറ്റീവ് സൈഡിനെ പറ്റിയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിലവിലുള്ള സ്മാർട്ട് ഫോൺസായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് ഈ ഫോണിൽ പറയാൻ പറ്റും. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് സ്മാർട്ട് ഫോൺസ് ആയിട്ടുള്ള ആ സ്പെക്കിൽ നമുക്ക് ഒരു കട്ടങ്ങി നിൽക്കുന്ന സ്പെക്ക് ഒന്നും ഈ ഒരു ഫോണിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചധികം നെഗറ്റീവ് സൈഡ്സും ഈ ഒരു ഫോണുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പോസിറ്റീവ് സൈഡ്സ് മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ഈ ഫോണിന്റെ നെഗറ്റീവ് സൈഡ്സ് കൂടി ചെക്ക് ചെയ്യാം. ഇതിൽ ഒന്നാമതായിട്ട് പറയേണ്ട ഒരു കാര്യം ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ഗെയിമിങ്ങോ മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ എന്താ പറയുക ലാഗും കാര്യങ്ങളൊക്കെ വരുമോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊസസർ നമുക്ക് ഓപ്റ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററി പറ്റി 3600 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 17,000 രൂപയ്ക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ഇതിൽ കൊടുക്കാറുണ്ട്. 3600 mAh എന്ന് പറയുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്ത് അറിയേണ്ട കാര്യം തന്നെയാണ്. എത്ര ദിവസം ചാർജ് ചെയ്യും, അല്ലെ എത്ര മണിക്കൂർ ചാർജ് ചെയ്യും, നമ്മൾ എന്തായാലും യൂസ് ചെയ്ത് അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ഈ ഫോണിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഇതിന്റെ ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ EIS അവൈലബിൾ അല്ല. അതുപോലെ സ്ലോ മോഷൻ ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ അവൈലബിൾ അല്ല. ഇപ്പോഴുള്ള ലോ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൽ പോലും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൊടുക്കുമ്പോൾ ഈ 17,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വലിയൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഈ EIS അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റെബിലൈസേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ വീഡിയോ ഔട്ട്പുട്ടിനൊക്കെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ് ഈ പറയുന്ന ക്യാമറ സൈഡിൽ വരുന്നത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഇതിൽ 4K ക്വാളിറ്റിയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞത് 25 മെഗാ ക്യാമറയാണ്. പ്രത്യേകിച്ച് ഒപ്പോ ഈ ഫ്രണ്ട് ക്യാമറയിലൊക്കെ അങ്ങനെ വലിയ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 25 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഒപ്പോ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് ക്യാമറയിൽ 4K ക്വാളിറ്റിയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു നേരത്തെ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റിയേക്കാം. എനിവേ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഈ ഫോണിൽ അവൈലബിൾ അല്ല. ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് സൈഡിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞാൽ Android 8.1 ഓറിയാണ്. അതൊരു ഡേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പക്ഷെ എന്തായാലും ഇതിന് അപ്ഡേറ്റ് കിട്ടും. അപ്ഡേറ്റ് എന്തായാലും വരുമായിരിക്കുമല്ലോ. അപ്പോൾ അതും ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള നിലവിലുള്ള സ്മാർട്ട് ഫോൺസോട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോണാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡ് ഈ ഫോണിനുണ്ട്. അതെല്ലാം നിങ്ങളൊരു ഒപ്പോ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അടിപൊളി ഡിസൈനും അതുപോലെ തന്നെ അതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. ഒപ്പോ എന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ എന്താ ഇതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ച് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് OPPO K1 എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് OPPO K1 എന്ന് പറയുന്ന മോഡൽ. അതല്ല പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് ഈ ഒരു ബജറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ റെഡ്മിയുടെ നോട്ട് സീരീസ് ഫോൺസ് അല്ലെങ്കിൽ Asus ZenFone Max Pro M2 അങ്ങനെയുള്ള ഫോൺസ് ഒക്കെ പെർഫോമൻസ് വൈസ് ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഫോണുകളാണ്. അപ്പോൾ ഈ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഫോൺസ് ഈ ഒരു ബജറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഈ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ഈ ഒരു ബജറ്റിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് OPPOയുടെ K1 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതാണ് OPPO K1നെ പറ്റിയുള്ള കാഴ്ചപ്പാട്. ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശമുള്ള എല്ലാ പോസിറ്റീവും അതിന്റെ നെഗറ്റീവും ഒക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി എന്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് എന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ടെക്നോളജി കണ്ടന്റുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിൽ നല്ലൊരു ടെക്നോളജി കാണാനുമായി കാണാം. Till then we meet. This is Amal signing out.